തക്കാളിക്ക് വെറും 90 ദിവസത്തെ വളർച്ചയേ ഉള്ളൂ. കാരണം ഇതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങളാണ് ഇത് ഇത്രയും വലുപ്പം വെച്ചിരിക്കുന്നത്. ഇത് 90 ദിവസത്തെ വളർച്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറും 90 ദിവസത്തെ വളർച്ചയുള്ളൂ. ഇതിന് കായും ഇതുപോലെ നല്ല കാകളുണ്ടാകാനും പൂവുണ്ടാകാനും ഒക്കെ ഞാൻ കൊടുക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് ടിപ്സുകളെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി എങ്ങനെ പെട്ടെന്ന് കായ്ക്കാനും അത് കായ്ക്കുന്ന കാകളൊക്കെ നല്ല വലുപ്പം ഉണ്ടാകാനും വേണ്ടി നമ്മൾ എന്തൊക്കെ ടിപ്സുകളാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്ന ഓരോ ടിപ്സും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. എന്നാൽ മാത്രമേ ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തക്കാളിയുടെ ഇപ്പോൾ ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വേര് കളയുകയല്ല, നമ്മളിങ്ങനെ സൈഡിൽ കൂടി ചെറുതായിട്ട് എല്ലാത്തിൻ്റെയും ചൂട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുള്ള കാടൊക്കെ ഉണ്ടെങ്കിൽ കാടൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിത് അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവുമെന്ന് നമ്മളൊരു വളം പ്രയോഗം ചെയ്തായിരുന്നു. ആ വളപ്രയോഗമാണ്. എനിക്ക് എൻ്റെ തക്കാളിയൊക്കെ നല്ല ഇതായിട്ട് കായ്ക്കുന്നുണ്ട്. വെറും 90 ദിവസത്തെ തക്കാളിയാണിത്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 90 ദിവസമേ ഉള്ളൂ ഈ തക്കാളി. ഇപ്പോൾ ആയിട്ട് 90 ദിവസമായിട്ടേ ഉള്ളൂ. ഇപ്പം അതിന് വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ചാരം കേട്ടോ. നമ്മൾ വിറക് കത്തിക്കുന്ന ചാരം. ആ ചാരം അതില്ലെങ്കിൽ നമ്മൾ കരികലൊക്കെ കത്തിച്ച് നമുക്ക് ചാരം എടുക്കാവുന്നതാണ്. അപ്പം അത് വേണ്ട ഒരു പിടി ഇത്രയും മാത്രം നമ്മൾ നമ്മുടെ തക്കാളി ചെടിക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. തക്കാളി ചെടിയുടെ മുട്ടിച്ചിടണ്ട, കുറച്ച് മാറ്റി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചാരത്തിലുള്ള പൊട്ടാസ്യം നമ്മുടെ തക്കാളി ചെടിയുടെ തക്കാളിയൊക്കെ നല്ല വലുപ്പം വെക്കാൻ സഹായിക്കുന്നതാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചാരം ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കാണിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ താങ്ങ് കൊടുത്തിരിക്കും. കണ്ട ആരെങ്കിലും പറയുമോ ഒരു 90 ദിവസത്തെ 90 ദിവസമായിട്ടേ ഉള്ളൂ ഈ തക്കാളിയുടെ വളർച്ച കണ്ടാൽ? ഇതുപോലെ നമ്മുടെ തക്കാളിക്ക് ഇങ്ങനെ കുറേശ്ശെ ചാരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ ചാരം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മണ്ണ് എപ്പോഴും എളുപ്പം ഉണ്ടാകണം. എന്നാൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ തക്കാളി വളരുകയുള്ളൂ. എൻ്റെ എല്ലാ ചെടികളിലും ഇങ്ങനെ ഇടയ്ക്ക് ചാരം ഇട്ട് കൊടുക്കാറുണ്ട്. ഗ്രാം പാൽക്കായ എടുക്കണം. 10 ഗ്രാം പാൽക്കായം ചെറിയ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ട് ഞെരടുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഇങ്ങനെ അടുത്തങ്ങോട്ട് വരും. 10 ഗ്രാം പാൽക്കായ എടുക്കാം കേട്ടോ. കൂടരുത്. പാൽക്കായ ഇല്ലെങ്കിൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കട്ടക്കായമില്ലേ, അത് ഉപയോഗിക്കാം. കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് കൈകൊണ്ട് ഞെരടിയെടുക്കാം. ചെറിയ ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അലുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുവെള്ളം എടുക്കുന്നത്. മറ്റേ കട്ടക്കായ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചേ എടുക്കാവൂ. ഇല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റുകയില്ല. അത് ഉരുകി വരികയില്ല. ആ തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച് എടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ നന്നായിട്ടാകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വേണ്ടത് 10 ഗ്രാം തന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. 10 ഗ്രാം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ നിറച്ചും മഞ്ഞൾപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കാം. പാൽക്കായും മഞ്ഞൾപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മുടെ തൈരുണ്ടല്ലോ, തൈര് നമ്മൾ വെള്ളം ഒഴിച്ച് 1/2 ലിറ്റർ മോരും വെള്ളം, അതായത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. അതിലോട്ട് 1/2 ലിറ്റർ മോരും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മോരൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 5 ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും നമ്മുടെ മോരും പാൽക്കായും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഒന്നൊഴിച്ചു. 3 ലിറ്റർ. എന്നിട്ട് നമുക്കിത് ചെറിയ പാത്രമായിപ്പോയി, ഞാൻ കുറച്ച് വലിയ പാത്രം എടുക്കാം. അങ്ങനെ ഇതിൽ 5 ലിറ്റർ വെള്ളമാട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ മറ്റൊരു ബക്കറ്റിലോട്ട് ഞാൻ 5 ലിറ്റർ ഒഴിച്ച് മിക്സ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ആ ബക്കറ്റിലോട്ട് ഞാൻ മിക്സ് ചെയ്തായിരുന്നു. 5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും തെറ്റരുത്. എന്ന് വെച്ചാൽ നമ്മളിത് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് നമ്മൾ
നമ്മുടെ തക്കാളി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. തക്കാളിക്കും പച്ചമുളകിനൊക്കെ ചെയ്യാം. തക്കാളിയുടെ ഇലകൾ നല്ല പച്ചനിറം ഉണ്ടാകാനും പിന്നെ ഈ ചെറിയ ക്രിമികളും പുഴുക്കളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ തക്കാളിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്നും നമ്മുടെ തക്കാളിയിൽ ബാധിക്കുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അപ്പോൾ തക്കാളിയിലുണ്ടാകുന്ന വാട്ടരോഗം മാറിക്കിട്ടാനും ഇത് വളരെ ഉപകാരപ്രദമായിട്ടോ. ഇതേ ഇലകളൊക്കെ പിടിച്ചിങ്ങനെ അടിയിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് നല്ല ഒരു ഇത് കിട്ടും. തക്കാളി നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കും കേട്ടോ. ഞാൻ ഈ അടിയത്തെ തക്കാളിയുടെ തണ്ട് പിന്നെ ഇലകൾ കട്ട് ചെയ്യാനായി മറന്നു പോയിട്ടോ ചെയ്യണം. പിന്നെ ഉണ്ടല്ലോ ഇലകൾ ചുരുണ്ടിട്ടുണ്ടെങ്കിൽ, തക്കാളിയുടെ ഇലയൊക്കെ ചുരുണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതെല്ലാം ഈ 3 എണ്ണത്തിൻ്റെ കൂടെ നമ്മൾ ഒരു 5 അല്ലെങ്കിൽ 6 കാന്താരി മുളക് അരച്ച് അതും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഇലകളുടെ അടിയിലുള്ള ചെറിയ പുഴുക്കളെല്ലാം നശിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതും കൂടെ ചേർക്കുന്നത്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ തക്കാളി ചെടികൾക്കും നമ്മളിത് സ്പ്രേ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പായിരിക്കണം. നമ്മുടെ മഴയായതുകൊണ്ട് ഞാനിപ്പോൾ കിട്ടിയ സമയത്ത് പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാട്ടോ. അപ്പോൾ നമ്മുടെ തണ്ട് ചീയലുള്ളത് എല്ലാം മാറിപ്പോകും. തണ്ട് ചെയ്യുന്നതും നമ്മൾ കായ ഉണ്ടാക്കാത്തതും പൂവ് പൊഴിച്ചും പോകുന്നതും എല്ലാം ഈ ഒരൊറ്റ സ്പ്രേ മതി. ഇതുകൊണ്ട് നമ്മുടെ തക്കാളിയുടെ എല്ലാ കാര്യവും മാറിക്കിട്ടും. നല്ല ആരോഗ്യമുള്ള ചെടിയായി വരും. ഇനി നമുക്കിത് നമ്മൾ തക്കാളിയുടെ അടിയിലൂടെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ചോട്ടിൽ അതുകൊണ്ട് തക്കാളിയുടെ ചോട്ടിൽ നമ്മൾ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ തക്കാളിയുടെ ചോട്ടിലും ഞാൻ എല്ലാ തക്കാളിക്കും ഇത് തന്നെയാണ് സ്ഥിരം ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മോരൊക്കെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ പഴയ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നത് കളയണ്ട, ഇതുപോലെ ചെയ്താൽ മതി. ഇത് നല്ലൊരു മരുന്നാണ്. മഞ്ഞൾപ്പൊടിയും പാൽക്കായം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ എല്ലാ വീടുകളിലും മഞ്ഞൾപ്പൊടി ഉണ്ടാകും, തൈരുണ്ടാകും, പാൽക്കായം ഉണ്ടാകും. കാരണം പാൽക്കായം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കായം, കട്ടക്കായം അതുണ്ടാകും. അതില്ലാത്ത വീടുകളുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും ഇതുപോലെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇലകളിലും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ ചെടികൾക്കും ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. മുളക് ചെടികൾക്കും എല്ലാത്തിനും ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയത്തില്ല, നമ്മൾ ചാരം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് തണ്ടേ കൂടെ ലേശം ചാരം നമുക്കിങ്ങനെ വെതറി കൊടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ അതിലുള്ള പുഴുക്കളൊക്കെ അങ്ങോട്ട് ചത്തുപോകും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തക്കാളി ഇഷ്ടം പോലെ തക്കാളി കിട്ടുകയും ചെയ്യും. തക്കാളി പറിച്ച് നമ്മൾ മടുക്കും, അത്രമാത്രം തക്കാളി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെങ്കിലും നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ. കമൻറ്റ് മുഖേന അറിയിക്കുക. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട്. ഇത് കണ്ടോ, തക്കാളിയുടെ ഇല കണ്ടാൽ തന്നെ അറിയത്തില്ലേ, ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? 90 ദിവസമായ തക്കാളിയാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഇലകൾ, നല്ല വീതിയുള്ള ഇലകളും നല്ല പച്ച നിറവും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ.